എന്റെ കർത്താവേ, ഇന്ന് രണ്ടിലൊന്ന് അറിയണം. ഒന്നിനും ഒരു ജീവിതം ജാൻസി ആയിട്ടുള്ള അവളെ വിളിച്ചിറക്കിക്കൊണ്ട് ഞാൻ പോവും. അതിനുവേണ്ടിയാണ് ഈ കടുങ്കൈ മൊത്തം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ഞാൻ ചാവും. ദൈവത്തിനാണ് സത്യം. അവരച്ചായന്മാരെ കൈ നിടികൊണ്ട് ചാവുന്നതിന്റെ കൈ നല്ലതാ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ചാവുന്നത്. ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ചത്ത പള്ളി വന്ന് ഞാൻ 101 മെഴുകുതിരി കത്തിച്ചേക്കാവേ. കർത്താവേ കാത്തോളണേ. ജാൻസി ഇന്ന് എന്റെ കൂടെ വരണേ. ജാൻസി, എടി ജാൻസി, നിന്റെ സോളമേച്ച മന്ത്രി ഇറങ്ങി വാടി, നമുക്കൊരു ജീവിതം തുടങ്ങാം. ജാൻസി നീ ഇറങ്ങി വാ. ജാൻസി ഇത്ര പെട്ടെന്ന് വയസ്സായോ വീട്ടിൽ കിടന്ന്? ജാൻസി അല്ല, അവിടെ അമ്മച്ചി പുലിക്കാട്ടിൽ ത്രേസ്യാമ്മ. നീ ആരടാ? നിങ്ങളുടെ മോളെ ജാൻസിയെ സ്നേഹിക്കുന്നവനാ സോളമൻ. ഭയരണം കെട്ടവനെ വീടിന്റെ മുറ്റത്ത് വന്നു കുരയ്ക്കുന്നോടാ നീ? കൂടുതൽ അടുത്തേക്ക് വരല്ലേ. ഈ വയർ രണ്ടും ഞാൻ ഷോട്ട് ചെയ്തോണ്ടല്ലോ, എല്ലാരും കൂടെ നിന്ന് കത്തും. ബോംബൊന്നും കാണിച്ച് ഈ ത്രേസ്യ നീ പേടിപ്പിക്കണ്ടടാ. ജാൻസി മാത്രമല്ല, പുലിക്കുട്ടികളെ പോലെ 2 ആമക്കളുണ്ടായിരിക്കും. എല്ലാത്തിനെയും ചുട്ടട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്നാ പിന്നെ കാണണമല്ലോ. ജാൻസിയെ പറഞ്ഞു വിട്. മാതാ, എടാ മാതാ. എന്നാ വിളിച്ചേ? എന്നടാ ഇത് എപ്പോഴും നിനക്ക് തീറ്റയുള്ളൂടാ. എന്റെ അമ്മ മനുഷ്യനായ വല്ലതും കഴിക്കണ്ടേ? എടാ നിന്റെ പെങ്ങളെ കെട്ടണോന്ന് പറഞ്ഞോണ്ട് നിന്ന് കുരയ്ക്കുന്നടാ ഇവൻ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നീ എവിടെ പോന്ന അങ്ങോട്ട്? എന്റെ അമ്മ കഴിച്ചോണ്ടിരുന്ന ആ ചോറെടുത്ത് മൂടി വെക്കട്ടെ, അല്ലെന്നുണ്ട് ആ മീൻ പൊരിച്ചത് ആ കള്ളിപ്പൂച്ച എടുത്തോണ്ട് പോകുന്നു. എടാ നിന്റെ മീൻ പൊരിച്ചത് പൂച്ച എടുക്കുന്ന ആളാ നിനക്ക് കുഴപ്പം, അതോ ഇവൻ നിന്റെ പെങ്ങളെ കെട്ടിക്കൊണ്ട് പോകുന്ന ആളാ നിനക്ക് പ്രശ്നം? അത് ശരി, ഞങ്ങളെ തറവാട്ടിൽ കയറി വന്നിട്ട് നീ വെല്ലുവിളിക്കുക മോനെ. ഇന്ന് ഇവനാണ്ടല്ലോ നിന്നെ അമ്മ ഇത് കണ്ടോ? അമ്മ അവന്റെ ദേഹത്തില് ബോംബ് വെച്ചേക്കുവന്ന്. എടാ അതിനെന്താടാ? എന്റെ അമ്മയ്ക്ക് അറിയത്തില്ല, ഈ ബോംബൊക്കെ എനിക്ക് അലർജി, എന്റെ ദേഹത്തോട്ട് എനിക്ക് ചൊറിയും. അതുകൊണ്ട് ബോംബെ പോലും പോകാതെ ഞാൻ വിളിച്ചിരുന്നു. എടാ നിന്റെ അപ്പച്ചനുണ്ടല്ലോ പുലിക്കാട്ടി തോമാച്ചൻ, ഒരു ബോംബിന്റെ മുന്നിൽ ഒരു വെടിയുണ്ടയുടെ മുന്നിൽ പിന്മാറിയിട്ടില്ലടാ. നെഞ്ച് വിരിച്ച് നിന്നിട്ടേ ഉള്ളു. എന്നിട്ടാണ് ആ കൊക്കിനെ വെടിവെക്കാൻ വേണ്ടി വന്നവന്റെ ഉന്നം തെറ്റി പുള്ളിയുടെ നെഞ്ചത്ത് ഉണ്ട നിറച്ച കയറിയല്ല പുള്ളി ചത്തത്. തോന്നിയാസം പറയുന്നോ? തോന്നിയാസം പറയുന്നോ? അല്ലേലും അല്ല, ആ കറക്റ്റ് കാര്യം പറയാൻ നേരത്തെ അമ്മച്ചിക്ക് ഇച്ചിരി ഒത്തിരി കൂടുതലുള്ള കൂടുതൽ കിടന്ന് സംസാരിക്കാതെ ജാൻസി ഇറക്കി വിട്, അല്ലെങ്കിൽ ഞാൻ ഇത് വിട്ടിട്ട് പൊട്ടിക്കും. ഇവനെ പോലെ പേടിത്തൊണ്ടനല്ലടാ, സിംഹക്കുട്ടിയെ പോലെ ഒരുത്തന്നെ എനിക്ക് ഉണ്ടടാ. ഒരു പുലി വന്ന് ഞാൻ കണ്ട് ചവച്ചോണ്ട്, അതേപോലെ ആയിരിക്കും അടുത്ത സിംഹം. അവന്റെ ഗർജനം കേട്ടാ നീ ഞെട്ടൂടാ. ഞൊട്ടും. എന്റെ അമ്മ, ഇവൻ ഈ ബോംബും കത്തിച്ച് പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്ന അവൻ ആ മുകളിൽ നിന്നങ്ങാണ്ട് കണ്ടു കാണും. അവൻ മുങ്ങിക്കാണ് ഈ പഞ്ചായത്തിൽ നിന്ന്, അല്ല പിന്നെ ഒറ്റ വിളിക്കാൻ ചാടി വീഴുന്ന അവൻ. നിന്നെ പോലെ അല്ലടാ എന്റെ പോത്തൻ. അവൻ വരുവടാ, അവൻ സിംഹമായിട്ട് വരുവടാ. എന്നെ അമ്മ എടാ പോത്താ, ഇവൻ നിന്റെ പെങ്ങളെ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ അരേ ബോംബിരിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവന് പേടിയുണ്ട്, അവന് പേടിയുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ അന്നേരം പറഞ്ഞല്ലേ, ഇവൻ മേളിലിരുന്നിട്ടെല്ലാം കണ്ടവൻ മുങ്ങാൻ നിൽക്കുമായിരുന്നു. എടാ ബോംബുണ്ടെന്ന് പറഞ്ഞ് നീ ഇപ്പൊ കക്കൂസി പോകാൻ പോകുന്ന എന്തിനാ? ഞാൻ കക്കൂസി പോകുന്നല്ലെന്ന്. പിന്നെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചവന്റെ ബോംബ് അങ്ങ് നിർവീര്യമാക്കിയാലോ? പോത്താ, ചുമ്മാതാണോടാ നിന്നാ പോത്താന്ന് വിളിക്കുക. വെളിവ് കെട്ടവന്നെ ഈ വെള്ളം എടുത്ത് ബോംബിനകത്തോട്ട് ഒഴിച്ച് ഈ വയറെല്ലാം അവിടെ ഷോർട്ടായി എല്ലാം കൂടെ നിന്ന് കത്തുകൂടെ. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ അവളെ ഇറക്കി വിടുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരുന്നു? ഇങ്ങോട്ട് വരാനാ ജാൻസി, ഇറങ്ങി വാ ജാൻസി, നമുക്ക് പോവാം. ജാൻസി, സൂക്ഷിച്ചു പോകുമ്പോ വയറ് ഷോട്ടായ അപ്പ പൊട്ടും. അയ്യോ കണ്ട, അവള് വന്ന് കണ്ടോ അമ്മച്ചി? എന്റെ സോളച്ചന്റെ സ്നേഹം കണ്ടോ? എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോ നോക്ക്. ഇനിയെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാം അമ്മച്ചി. വേണ്ട പോലെ ആ തള്ള ജീവിപ്പിക്കണ്ട. എല്ലാവർക്കും ഇവിടെ പൊട്ടിത്തെറി ചാവാൻ പറ്റത്തില്ല. എന്നെക്കാണല്ലോ ഗ്രൂപ്പായിട്ട് വരിക. അങ്ങോട്ട് നിനക്ക് കെട്ടിച്ചൊക്കെ തരാം, പക്ഷെ ആദ്യം ആ ബോംബ് അടിച്ചു മാറ്റാൻ പറയാൻ സോളച്ച മാറ്റി. സോളച്ച എന്നെ പഞ്ഞിക്കിടാനാണോ പിന്നെ ബോംബ് അടിച്ചു മാറ്റിയതിനു ശേഷം? ഇല്ല, ഇനി സോളച്ചന്റെ ദേഹത്ത് തൊട്ട ഞാൻ ചത്തളയും. അല്ല, ബോംബ് അടിച്ചു മാറ്റാൻ ഞങ്ങളൊന്നും ചെയ്യൂല. ഞങ്ങളുടെ ശക്തി ദൂരെ എവിടെങ്കിലും പോട്ടെ. എവിടെയാണ് ഒതുക്കി പോയത്? എനിക്കൊരു ആവശ്യം വേണ്ടി വരും. പറ. അതിന് പറ.
ഞങ്ങളുടെ കാര്യങ്ങൾ പറ. അമ്മച്ചി എന്നാ ഉദ്ദേശിക്കുന്നത്? അമ്മച്ചി എന്നാ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നതെന്നോ ഞാൻ പറയാം. പുലിക്കാട്ട് തറവാട്ടിൽ വന്നിട്ട് പെണ്ണാലോചിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ്? അതാണ് കറക്റ്റ്. അത് കറക്ഷൻ. എടാ നിനക്ക് കുടുംബ മഹിമയുണ്ടോ? ഭൂസ്വത്തുണ്ടോ? സമ്പത്തുണ്ടോ? അതിലും വലിയൊരു സ്വത്ത് എനിക്കുണ്ട്. എന്ത്? വിദ്യാഭ്യാസം. എടാ 4ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടക്കുന്ന ഇവന്റെ ചായക്കട ജോലിക്ക് നിൽക്കുന്നവൻ BA-കാരനാ. BA-കാരൻ അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, ഞാൻ കുറഞ്ഞ ആളല്ല, ഞാൻ MA-കാരനാ. ഓഹോ, MA-കാരൻ വലിയ സംഭവ. നീ MA-കാരാണെങ്കിൽ ഞാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചേക്കണ വിദ്യാഭ്യാസ യോഗ്യതയാണെന്ന് അറിയാമോ? അവൻ MD MA-കാരനാണ്. എടാ MDMA എന്ന് പറഞ്ഞു നല്ല ഒന്നാം തരം മയക്ക് വരുന്നാടാ. അതുപോലും ബോധമില്ലാത്ത ഈ കുടുംബത്തിന് ഞാൻ ഇവിടെ സ്നേഹിച്ചു പോയതുകൊണ്ട് കെട്ടുക, അല്ലെങ്കിൽ ഈ കുടുംബത്തിലേ വന്ന് കയറത്തില്ലായിരുന്നു. ശരി, എന്റെ മോളെ നിനക്ക് കെട്ടിച്ചേരാം. പക്ഷെ നീ ആദ്യം ഒരാണാന്ന് തെളിയിക്കണം. അല്ല, അത് കെട്ടിക്കഴിഞ്ഞാലല്ലേ അത് തെളിയിക്കാൻ പറ്റും. അതല്ല അങ്ങനെ അമ്മച്ചി ഉദ്ദേശിച്ചത്. നീ ആണാണെന്ന് ഞങ്ങളെ ഒന്ന് തെളിയിച്ച് കാണിക്കണം. നിങ്ങൾ മാത്രം വാ. എന്ത്? എന്താ പിന്നെ എങ്ങനെ തെളിയിക്കാനാണ് പറയണത്? എടാ എന്റെ മാത്രമേ കള്ളുകൂടി നീ തോപ്പിക്കണം. അങ്ങനാണെങ്കിൽ നീ ഒരാണാണെന്ന് ഞാൻ പറയും. എന്റെ പെണ്ണിനെ നിനക്ക് കെട്ടിച്ചും തരും. അല്ല, അങ്ങനെ കള്ളു കുടിക്കും. ഞാൻ കള്ളൊന്നും കുടിക്കത്തില്ല. എടാ ഈ വീട്ടിലെ പെണ്ണുങ്ങൾ വരെ കള്ളു കുടിക്കുമല്ലോടാ. എന്റെ പെണ്ണിന് വേണ്ടി ഞാൻ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കും. എന്റെ ആണത്വത്തെ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു. ഇനി കള്ളുകൂടി മത്സരം. അതെ, ഓക്കെ. ഇതാ ഇവിടെ ഒരു പ്രണയ സാക്ഷാത്കാരത്തിന്റെ കള്ളുകുടി മത്സരം ആരംഭിക്കുകയാണ്. ഇവിടെ പ്രണയവും അഭിമാനവും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. കള്ളുകുടി മത്സരം ആരംഭിക്കട്ടെ. Cheers. മാറ്റമടിക്കുന്നു കോപ്പർ നമ്പർ 1. അടിച്ച് കേട്ടോ മാത്രം. അടി. നാസിക്ക് വേണ്ടി അച്ചി വീട്ടിൽ വന്നിരുന്നടിക്കുന്നു സോളമൻ കോപ്പർ നമ്പർ 2. മാത്തനാണോ അതോ സോളമനാണോ ഈ ഗെയിമിൽ ജയിക്കുന്നത്? നമുക്ക് കാണാം. ഇത് കാണുക. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. മത്സരം ആരംഭിക്കട്ടെ. കണ്ടോണ്ടിരിക്കണം. മത്സരം ആരംഭിക്കട്ടെ. കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും. സോളമൻ അടിക്കുന്നു കോപ്പർ നമ്പർ 3. ഒട്ടും പിന്നിലല്ലാതെ നമ്മുടെ മാത്തച്ചാൻ അടിക്കുന്നു കോപ്പർ നമ്പർ 4. അടിച്ചുകൊണ്ട് മത്സരം കൊടുക്കട്ടെ. ഒട്ടും പിന്നിലല്ലാതെ സോളമൻ നീ എന്നാ പരിപാടിയാണ്? നമ്മുടെ കുടുംബത്തിന്റെ വില പോയില്ല. പട്ടി കരയണ പോലെ കരയണ ആ പട്ടി. എന്നത് പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു കൊടുക്കുന്നു. അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ? എന്താ ഈ മദ്യ സൽക്കാരം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ മാറിക്കണോ. എനിക്ക് ഇവരോട് 2 വർഷം. അമ്മച്ചി എന്താടാ? അമ്മച്ചി ഇവിടെ അടുത്തുണ്ടല്ലോ. അമ്മച്ചിയുടെ മൂത്ത മകൻ അവൻ പാലാപ്പള്ളി പോവാന്നും പറഞ്ഞോണ്ട് ഇവിടുന്നുള്ള കൊറേ പൈസ എടുത്തോണ്ട് പോകില്ല എല്ലാ മാസവും കൂടെ. പാലാപ്പള്ളി അവൻ എവിടെ പോകുന്ന? പാലാപ്പള്ളി അലിച്ച് നടക്കുന്നു. ഇവൻ ഗോവയിൽ ചെന്ന് അവിടുത്തെ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കാൻ പോകുന്നവൻ. അറിയോ? നീ പറ. മക്കളെ എനിക്ക് എന്താടാ? നമ്മുടെ ഈ പഞ്ചായത്തുകളെ മൂടിയത് പഞ്ചായത്തുകാരല്ല, പിന്നാരാ? ഇവന്റെ കുളിച്ചി നോട്ടം കാരണം കേരള സർക്കാർ നേരിട്ട് വന്ന് മൂടിയാണ്. അത് ഞാൻ പറയൂടാ. അത് ഞാൻ പറയും. എങ്ങനെയുണ്ട്? എന്റെ 2 മക്കളും പെഴയാണല്ലോടാ. മക്കളെ കെട്ടിച്ചു വിടണം തള്ളേ. പിന്നെ ഞാൻ കാണിച്ചരാടാ നിന്നെ. അമ്മ അത് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാരും എന്റെ മക്കള് കേക്കാൻ വേണ്ടിട്ട് അമ്മച്ചി പറയുവാ. ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിങ്ങളുടെ 3 പേരും കെട്ടുകല്യാണം ഈ ഇടവക്കാര് നോക്കി നിൽക്കുക. അമ്മച്ചി നടത്തൂടാ. അമ്മച്ചി നടത്തും. ഇപ്പോഴല്ല നേരത്തെ കള്ളുകൂടി തുടങ്ങണമായിരുന്നു.
അമ്മച്ചി കള്ളുകൂടിയെ കെട്ടി വീടുമ്പോഴത്തേക്ക് ഇത് മാറ്റി പറയരുത്. ഞാൻ പറഞ്ഞേക്കാം. അമ്മച്ചിക്ക് ഒറ്റ വാക്കേ ഉള്ളടാ, ഒറ്റ വാക്ക്. നിങ്ങളുടെ 3 പേരെയും കെട്ടുകല്യാണം അമ്മച്ചി നടത്തുവടാ. അതാണ് ഇപ്പോഴാണ് അമ്മച്ചി ശരിക്കും ഒരു അമ്മച്ചിയായത്. അമ്മയൊന്നും താഴേക്കും. അമ്മ മാതാ പോത്താ അമ്മച്ചി പോകെ. മാതാ അമ്മച്ചി പോകെ. അമ്മച്ചി അമ്മച്ചിയുടെ പോത്താ. രണ്ടും ഉണ്ടമ്മ. പോയടാ. കള്ളുകൂടിയൊക്കെ കഴിഞ്ഞ് വേറെല്ലാം എന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കല്യാണത്തിന് വന്നാൽ മതി ഇനി. ഓ. കണ്ടോടി, കള്ളു കുടിച്ചാൽ സാധാരണ കുടുംബങ്ങൾ വഴിയാധാരാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കള്ളു കുടിച്ചത് കൊണ്ട് ഒരേ കുടുംബങ്ങൾ ഒന്നാവുകയും ചെയ്യുന്നു. നിന്റെ അച്ചായന്മാരുടെ കല്യാണം ഓസിന് നടക്കുകയും ചെയ്ത് മാത്രമല്ല ഞാൻ ആണാണെന്ന് തെളിയിക്കാനും പറ്റി. നിന്റെ അച്ചായന്മാരെ ഞാൻ കള്ളു കുടിച്ചു എന്റെ അച്ചാച്ചമാരെ നിങ്ങൾ കള്ളു കുടിച്ച് തോപ്പിക്കാനോ? അതിന് നിങ്ങൾ ഒരു ജന്മവും കൂടി ജനിക്കണം. നിങ്ങൾ കുടിച്ചതേ നല്ല തനി നാടൻ പാല. എന്റെ അച്ചാച്ചമാര് കുടിച്ചത് നല്ല തനി കള്ള. അതാണോ നീ എനിക്ക് ഒഴിച്ചു തന്നത്? അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ കള്ളം കാണാൻ കുടിച്ചിരുന്നെങ്കിൽ അതോ ഗതി.